അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഐട്ട ഫിഷിംഗ് ബ്ലോഗിൻ്റെ പുതിയ വീഡിയോയുടെ സ്വാഗതം. അപ്പോൾ നമ്മുടെ തോട്ടിലെ പോളയൊക്കെ വാരിയിട്ട് ഇഷ്ടംപോലെ കാര്യം ചെമ്പലിയും മറിയുന്നുണ്ട്. അപ്പോൾ നമുക്കിന്ന് വലയിട്ട് നോക്കാം. വലയിട്ട് നോക്കി വെള്ളത്തിൽ ഇറങ്ങണം. പക്ഷേ വെള്ളത്തിൽ ഇറങ്ങാതെ നമുക്ക് വല എങ്ങനെ ഇടാമെന്ന് ഉള്ള വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതാ നമ്മുടെ തോട് കേട്ടോ. പോളയൊക്കെ വാരിക്കൊണ്ടിരിക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ കാര്യം ചെമ്പലി ഇഷ്ടംപോലെ മറിയുന്നുണ്ട് കേട്ടോ. കണ്ടോ, കാര്യം ചെമ്പലി മറിയുന്നുണ്ടോ. അപ്പോൾ നമുക്ക് അങ്ങേറ്റത്തൊരു പോസ്റ്റുണ്ട്, അതേ കൊണ്ട് കയറ് കെട്ടിയിട്ട് നമുക്ക് വലിക്കാം. ഇതാ നമ്മൾ ഉടക്കുമല്ല അല്ല. അപ്പോൾ വെള്ളത്തിൽ ഇറങ്ങാതെ എങ്ങനെ വലയിടാമെന്നുള്ളൊരു വീഡിയോസ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ കയറ് കെട്ടിയിട്ട് അക്കരയ്ക്ക് വലിച്ചു തരണം, എന്നാലേ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ തൊണ്ടെടുത്തിട്ടുണ്ട്. തൊണ്ടയിലോട്ടൊരു കയറ് കെട്ടുക. അപ്പോൾ നേരെ അക്കരയ്ക്ക് വലിച്ചെറിയുക. നമ്മൾ അക്കരയ്ക്ക് കയറിട്ടിട്ടുണ്ട്. ഇനി നേരെ അക്കരെ വന്നിട്ട് കയറ് കെട്ടാൻ നമ്മൾ. അപ്പോൾ നമ്മൾ അക്കരെ വന്നിട്ട് ആ കയറെടുത്തിട്ട് അങ്ങേ പോസ്റ്റൊക്കെ കൊണ്ടുവരാം കേട്ടോ. നമ്മളിങ്ങനെ വലിച്ചുകൊണ്ട് പോവാണ്. അപ്പോൾ വള്ളം ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്ക് വള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഈ ചെയ്യുന്നത് കേട്ടോ. ആ പോസ്റ്റൊക്കെ കൂടെ ഇട്ടിട്ട് കറക്കി ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പോൾ നമുക്ക് രണ്ടറ്റവും വേണം, എന്നാലേ നമുക്ക് വലിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതുപോലെ കിടിലം വീഡിയോസ് നമ്മുടെ ഈ ചാനലിൽ വരുന്നതായിരിക്കും. നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് മൊത്തം കുണ്ടനായതുകൊണ്ട് നമുക്ക് വല താന്നു പോകും. അതുപോലെ നമ്മൾ 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ ഈ വല പൊക്കും, എന്നാലേ നമുക്ക് മീൻ കിട്ടത്തുള്ളൂ, ജീവനോടെ കിട്ടത്തുള്ളൂ. ഇല്ലെങ്കിൽ നമ്മൾ വെള്ളം മോശമായതുകൊണ്ട് മീനെല്ലാം ചത്തുപോകും. അപ്പോൾ കയർ നമ്മൾ ഇപ്പുറം എറിഞ്ഞിട്ടിട്ടുണ്ട്. പിന്നെ നേരെ ഇക്കരെ വരാം. നമ്മൾ അക്കരെ കയറിട്ടിട്ടുണ്ട് കേട്ടോ. അക്കരെ കയറിട്ടിട്ടുണ്ട്. ഇനി ഒരു കയറിൻ്റെ അറ്റത്ത് ഈ വല കെട്ടണം. ഒരു കയറിൻ്റെ അടുത്ത് നമ്മൾ വല കെട്ടിയിട്ടുണ്ട്. മറ്റേ കയർ നമ്മുടെ കയ്യിലുണ്ട്. ഈ കയറിങ്ങനെ വലിക്കാൻ നേരത്ത് ഈ കയറിങ്ങനെ വലിക്കാൻ നേരത്ത് വല ഓട്ടോമാറ്റിക് വെള്ളത്തിലോട്ട് പോകും. നമ്മളൊക്കെ അങ്ങനെ വെള്ളത്തിൽ ഇറങ്ങാതെ ഹൈടെക്കായിട്ട് മീൻ പിടിക്കാം. അപ്പോൾ നമ്മളിങ്ങനെ വലയിടുന്ന ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഒരു 2 മണിക്കൂർ ഇടവിട്ട് നമ്മൾ വല പൊക്കും. ഇല്ലെങ്കിൽ നമ്മൾ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു 2-3 മണിക്കൂറാകുമ്പോൾ മീനെല്ലാം ചത്ത് പൊങ്ങും. അത് അതിനുള്ള വെള്ളം മോശമായതുകൊണ്ട് മീനെല്ലാം ചത്തു പോകും. അതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ വള്ളം ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. ഇതാകുമ്പോൾ നമുക്ക് എപ്പോഴും വെള്ളത്തിൽ ഇറങ്ങണ്ട, കരയ്ക്ക് നിന്ന് വലിച്ചാൽ മതി. ഒരു കയറ് വലിച്ചു കഴിഞ്ഞാൽ വല വരും. പിന്നെ ഒരാളുടെ സഹായം മാത്രം മതി, 2 പേര് വേണ്ട. നമുക്ക് ഒറ്റയ്ക്ക് തന്നെ വല എടുക്കുകയും ചെയ്യാം, വല ഇടുകയും ചെയ്യാം, മീനെടുക്കുകയും ചെയ്യാം. വേറെ ആരുടെയും സഹായം നമുക്ക് വേണ്ട. അതാണ് ഇതിൻ്റെ പ്രത്യേകത. നമ്മുടെ വല അക്കരെ മുട്ടിയിട്ടുണ്ട്. ഇതാണ് ഹൈടെക് വിഷയം. വെള്ളത്തിൽ ഇറങ്ങാതെ അങ്ങനെ വലയിടാം. ഇതെവിടെയെങ്കിലും കെട്ടി വെക്കാവേ. ഈ അറ്റ ഇവിടെ കെട്ടി വെച്ചാകണം. എന്നിട്ട് നമുക്കൊരു 2-3 മണിക്കൂർ കഴിഞ്ഞ് പൊക്കി നോക്കാം മീൻ വല്ലതും കിട്ടുമോ. 2 മണിക്കൂറായി. നമുക്ക് വല പൊക്കി നോക്കാം എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. അപ്പോൾ അത് പൊങ്ങ് കടന്ന് അനങ്ങുന്നുണ്ട്. മീൻ നോക്കാം. ഇപ്പുറത്തോ ഇപ്പോൾ കെട്ട കഴിക്കട്ടെ. ഒന്ന് കെട്ട കഴിക്കും. അപ്പോൾ വല പൊക്കിയപ്പോൾ തന്നെ 2 ചെമ്പല്ലി നമ്മൾ കണ്ടിട്ടുണ്ട് കേട്ടോ. ജീവനുള്ള 2 ചെമ്പല്ലി. ഇതാണ് നമ്മൾ എപ്പോഴും പൊക്കിയുള്ള ഗുണം. മീൻ
ചാകത്തില്ല, ജീവനോടെ നമുക്ക് കിട്ടും. മാറിക്കാണ് നമ്മുടെ ആദ്യത്തെ മീൻ കയറിയിരിക്കും കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെയുള്ള ഒരു ടെക്നിക്ക് എല്ലാവരും നോക്കണം കേട്ടോ. അപ്പം രണ്ടാമത്തേയും ചെമ്പല്ലി കേട്ടോ. അപ്പോൾ ഇത് വളരെ എളുപ്പമായിരിക്കും, വെള്ളത്തിൽ ഇറങ്ങാൻ നമുക്ക് ഈസി ആയിട്ട് മീൻ പിടിക്കാമല്ലോ. എല്ലാവരും ഇതൊന്ന് നോക്കുക കേട്ടോ. വളരെ എളുപ്പമുള്ള ഒരു മീൻപിടുത്തമാണിത്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ മീനും ചെമ്പല്ലിയായിരുന്നു കേട്ടോ. അപ്പം മൂന്നാമത്തെ മീനും ചെമ്പല്ലിയാണ്, അതായത് നല്ല ജീവനുള്ള ചെമ്പല്ലിയാണ് കേട്ടോ കിട്ടുന്നത്. അത് ഇടയ്ക്കിടയ്ക്ക് പൊക്കുന്നുണ്ടാണ്. 2-3 മണിക്കൂർ കൂടുതൽ കഴിഞ്ഞാൽ പിന്നെ മീനെല്ലാം ചത്തുപോകും. ജീവനോടെ കിട്ടാനുള്ള പരിപാടി കഴിഞ്ഞാൽ 2 മണിക്കൂർ ഇടവിട്ട് പൊക്കുക എന്നുള്ളതേ ഉള്ളൂ. നല്ല പച്ച ചെമ്പല്ലി കേട്ടോ. നമ്മുടെ മൂന്നാമത്തെ മീനും കയറിയിരിക്കുകയാണ്. അടുത്തായിട്ടൊരു കാര്യമായി വരുന്നത്, നല്ല കരിമൂട്ടി ഒരു കാരി, കറുത്ത് ഇരുണ്ടിരിക്കുന്നു. വലിപ്പമുള്ളൊരു കാര്യമാണ്, അതിനും ജീവനുണ്ട്. നല്ല സൈസൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ ഈ കാരി എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ കൊമ്പ് കുത്തി കഴിഞ്ഞാൽ നല്ല വേദന കേട്ടോ. ജീവനുള്ള കാര്യമാകുമ്പോൾ നമ്മൾ കൊമ്പ് ഒടിച്ചതിന് ശേഷം മാത്രം എടുക്കാവുള്ളൂ. ഞാനിവിടെ കൊമ്പ് ഒടിച്ചിട്ടില്ല. ജീവനോടെ കിട്ടുവാണെങ്കിലേ നല്ലതാണല്ലോ. കൊമ്പ് ഒടിച്ച് കഴിഞ്ഞാൽ പിന്നെ കൊടുത്താലും വില കിട്ടത്തില്ല. നമ്മൾ കൊമ്പ് പൊടിക്കുക എടുക്കുന്നത്, അപ്പം നോക്കി പിടിക്കുക. തലയെ പിടിച്ച് കഴിഞ്ഞാൽ അനങ്ങത്തില്ല കേട്ടോ. ഇതുപോലെ പിടിച്ച് കഴിഞ്ഞാൽ അനങ്ങത്തില്ല. അപ്പം അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. അവസാനത്തെ മീനാട്ടോ. വല നമ്മൾ പിന്നെ കിട്ടുക കേട്ടോ. അതേ നമുക്ക് കിട്ടിയ മീനാ കേട്ടോ. നല്ല വലിയൊരു കാര്യം, 2 5 ചെമ്പല്ലി. അവിടെ വാങ്ങിക്കാൻ നമുക്ക് ഉമ്മ കിട്ടിയല്ലേ.